കാർഷിക വാർത്തകൾ. സംസ്ഥാനത്ത് റബ്ബർ വെട്ട് ഊർജിതമായി. എന്നാൽ ജപ്പാൻ, സിംഗപ്പൂർ, ചൈനീസ് വിപണികളിൽ റബ്ബർ അവധി വിലകളിലെ തകർച്ച ഇന്ത്യൻ വിപണിയിലും പ്രതിഫലിച്ചു. കാലാവസ്ഥ തെളിഞ്ഞതോടെ സംസ്ഥാനത്തിന്റെ ഒട്ടുമിക്ക ഭാഗങ്ങളിലും റബ്ബർ വെട്ട് ഊർജിതമായി. ശൈത്യം ശക്തമായതിനാൽ മരങ്ങളിൽ നിന്നുള്ള പാൽ ലഭ്യത ഉയർന്നത് ഉൽപാദന മേഖലയിൽ ആവേശം ഉളവാക്കിയെങ്കിലും ഇതിനിടയിൽ ടയർ നിർമ്മാതാക്കൾ RSS 4 ഗ്രേഡ് ഷീറ്റ് വില 19,100 രൂപയിൽ നിന്നും 18,900 ഇടിച്ചു. ജപ്പാൻ, സിംഗപ്പൂർ, ചൈനീസ് വിപണികളിൽ റബ്ബർ അവധി വിലകളിലെ തകർച്ചയാണ് ഇന്ത്യൻ മാർക്കറ്റിൽ പ്രതിഫലിച്ചത്. വർഷാന്ത്യം അടുത്തതിനാൽ രാജ്യാന്തര തലത്തിൽ ഫണ്ടുകളും നിക്ഷേപകരും ബാധ്യതകൾ ചുരുക്കുകയാണ്. അമേരിക്കൻ കേന്ദ്ര ബാങ്ക് യോഗം ഇന്ന് പലിശ നിരക്കിൽ ഭേദഗതികൾ വരുത്തുമെന്ന നിഗമനത്തിൽ ചൈനീസ് ടയർ വ്യവസായികൾ റബ്ബർ സംഭരണം കുറച്ചത് ബാങ്കോക്കിൽ ഷീറ്റ് വില 21,014 രൂപയിൽ നിന്നും 20,789 താഴ്ന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കൊക്കോ കർഷകർ ആശങ്കയിൽ. കായ്കൾക്ക് കേട് സംഭവിക്കുന്നതും വിപണി വില ഉയരാത്തതിലും നിരാശയിലാണ് കർഷകർ. അതേസമയം സംസ്ഥാനത്ത് കൊപ്ര വിലയിൽ മാറ്റമില്ല. മാസാരംഭത്തിലെ കനത്ത മഴയ്ക്ക് ശേഷം മധ്യ കേരളത്തിലെ വിവിധ തോട്ടങ്ങൾ കൊക്കോയ്ക്ക് കറുത്ത പാട് വീഴുന്നത് ഉൽപാദകരെ സമ്മർദ്ദത്തിലാക്കി. കോതമംഗലം മേഖലയിലെ തോട്ടങ്ങളിലാണ് കായകൾക്ക് കേട് സംഭവിച്ചിട്ടുള്ളത്. ക്രിസ്മസ് വേളയിൽ വൻതോതിൽ ചരക്കിറക്കാമെന്ന മോഹത്തിലായിരുന്നു കൊക്കോ കർഷകർ. മധ്യ കേരളത്തിൽ കൊക്കോ കിലോ 730 രൂപയിലും മുരിക്കാശ്ശേരി വിപണിയിൽ 760 രൂപയിലും ഇടപാടുകൾ നടന്നു. കഴിഞ്ഞ വർഷം ഡിസംബറിൽ വില 400 രൂപ മാത്രമായിരുന്നു. അതേസമയം കേരളത്തിലും തമിഴ്നാട്ടിലും കൊപ്ര വില സ്റ്റഡിയാണ്. ഇന്നലെ തമിഴ്നാട്ടിലെ മില്ലുകാർ എണ്ണവില താഴ്ത്തിയെങ്കിലും കുറഞ്ഞ വിലയ്ക്ക് കൊപ്ര കൈമാറാൻ ഉൽപാദകർ തയ്യാറായില്ല. സംസ്ഥാനത്ത് ജനുവരിയിൽ നാളികേര വിളവെടുപ്പ് തുടങ്ങും. കൊപ്ര വില 13,900 രൂപയാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. പശ്ചിമ ബംഗാളിലെ കോൾഡ് സ്റ്റോറേജുകളിൽ ഉരുളക്കിഴങ്ങ് കെട്ടിക്കിടക്കുന്നു. സ്റ്റോറേജുകളിൽ നിന്ന് കിഴങ്ങുവർഗ്ഗങ്ങൾ വാങ്ങാൻ നടപടിയെടുക്കണമെന്ന ആവശ്യവുമായി അസോസിയേഷൻ. ഉരുളക്കിഴങ്ങിന്റെ അന്തർസംസ്ഥാന വിൽപ്പനയ്ക്കുള്ള നിരോധനം നീക്കാൻ സർക്കാരിന് കഴിയുന്നില്ലെങ്കിൽ ബംഗാളിലെ കോൾഡ് സ്റ്റോറേജുകളിൽ നിന്ന് കിഴങ്ങുവർഗ്ഗങ്ങൾ നീക്കാൻ നടപടിയെടുക്കണമെന്നാണ് പശ്ചിമ ബംഗാൾ കോൾഡ് സ്റ്റോറേജ് അസോസിയേഷൻ പറയുന്നത്. കോൾഡ് സ്റ്റോറേജുകളിൽ വൻതോതിൽ ഉരുളക്കിഴങ്ങുകൾ ഉപയോഗിക്കാതെ കിടക്കുന്നതായാണ് വ്യാപാരികൾ ചൂണ്ടിക്കാട്ടുന്നത്. ഈ വർഷം 65 ലക്ഷം ടൺ ഉരുളക്കിഴങ്ങാണ് സംസ്ഥാനത്തെ കോൾഡ് സ്റ്റോറേജുകളിലെത്തിയത്. നിലവിൽ 4.1 ലക്ഷം ടൺ ഉരുളക്കിഴങ്ങുകൾ ഇപ്പോഴും കോൾഡ് സ്റ്റോറേജുകളിലുണ്ട്. ഇവ കേടാകാനുള്ള സാധ്യത കൂടുതലാണ്. ഇത് കർഷകർക്കും കോൾഡ് സ്റ്റോറേജ് ഓപ്പറേറ്റർമാർക്കും കാര്യമായ സാമ്പത്തിക നഷ്ടമുണ്ടാക്കും. ഉരുളക്കിഴങ്ങിന്റെ സ്റ്റോക്ക് നിലനിർത്തുന്നതിനും വില നിയന്ത്രിക്കുന്നതിനുമായാണ് പശ്ചിമ ബംഗാൾ സർക്കാർ അടുത്തിടെ അന്തർസംസ്ഥാന വിതരണം നിയന്ത്രിച്ചത്. ഇതേ തുടർന്ന് വ്യാപാരികൾ സമരത്തിന് ആഹ്വാനം ചെയ്തിരുന്നു. വ്യാപാരികളുടെ ആവശ്യം പരിഗണിക്കാമെന്ന സർക്കാർ ഉറപ്പിലാണ് സമരം പിൻവലിച്ചത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഉഴുന്നുവില ഉയരുന്നു. തമിഴ്നാട്ടിലും ആന്ധ്രയിലും വിളനാശമുണ്ടായതാണ് വിലവർധനയ്ക്ക് കാരണമായത്. കനത്ത മഴയും വെള്ളപ്പൊക്കവും മൂലം തമിഴ്നാട്ടിലും ആന്ധ്രാപ്രദേശിലും ഉഴുന്ന് കൃഷിയിൽ വ്യാപക നാശനഷ്ടം. മാത്രമല്ല ഗുണനിലവാരത്തെയും പ്രതികൂലമായി ബാധിച്ചതായി കർഷകരും വ്യാപാരികളും പരാതി ഉന്നയിക്കുന്നുമുണ്ട്. ചെറുപയർ കൃഷിയും വ്യാപക വിളനാശമുണ്ട്. കാർഷിക മന്ത്രാലയത്തിന്റെ മുൻകൂർ കണക്കുകൾ പ്രകാരം 2023-24 16.04 ലക്ഷം ടണ്ണുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഖാരിഫ് ഉറാദ് ഉൽപാദനം 25% ഇടിഞ്ഞ് 12.09 ലക്ഷം ടണ്ണായി കുറയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഖാരിഫ് സീസണിൽ ഉഴുന്നിന്റെ വിള വിസ്തൃതി ഈ വർഷം 30 ലക്ഷം ഹെക്ടറായി കുറഞ്ഞു. കഴിഞ്ഞ വർഷം 32.6 ലക്ഷം ഹെക്ടറായിരുന്നു. മധ്യപ്രദേശ്, ഒഡീഷ, രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ വിസ്തൃതി കുറഞ്ഞപ്പോൾ കർണാടക, മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്, ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിൽ വിസ്തൃതി വർദ്ധിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. രാജ്യത്തെ പഞ്ചസാര ഉൽപാദനത്തിൽ ഇടിവ്. ഈ മാസം 15 വരെ 17% ഇടിവാണ് രേഖപ്പെടുത്തിയത്. എഥനോളിന്റെ ഉൽപാദനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചതാണ് പഞ്ചസാര ഉൽപാദനത്തെ ഇടിവിലേക്ക് നയിച്ചത്. മഹാരാഷ്ട്ര, കർണാടക എന്നിവിടങ്ങളിൽ കരിമ്പ് ചതക്കൽ പോലുള്ള ഉൽപാദന പ്രക്രിയകൾ വൈകിയതും പഞ്ചസാര ഉൽപാദനത്തെ പ്രതികൂലമായി ബാധിച്ചു. കഴിഞ്ഞ വർഷം ഡിസംബർ 15 വരെ 74.05 ലക്ഷം ടൺ പഞ്ചസാര ഉൽപ്പാദിപ്പിച്ച സ്ഥാനത്ത് ഈ സീസണിൽ ഇതുവരെയുള്ള പഞ്ചസാര ഉൽപ്പാദനം 61.39 ലക്ഷം ടൺ മാത്രമാണെന്ന് ഇന്ത്യൻ ഷുഗർ ആൻഡ് ബയോ എനർജി മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ വ്യക്തമാക്കുന്നു. കഴിഞ്ഞ വർഷം കർണാടകയിലും മഹാരാഷ്ട്രയിലും പഞ്ചസാര ഫാക്ടറികൾ 12 ദിവസത്തോളം വൈകിയാണ് പ്രവർത്തനം തുടങ്ങിയത്. കൂടാതെ ഈ വർഷം പഞ്ചസാര ഉൽപ്പാദിപ്പിച്ച ഫാക്ടറികളുടെ എണ്ണത്തിലും കാര്യമായ കുറവുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.
ഇനി ഇന്നത്തെ കമ്പോള നിലവാരം. ഇന്നത്തെ കമ്പോള നിലവാരം: RSS 4 191, RSS 5 187, ലാറ്റക്സ് 123, ജാതിക്ക 370, ജാതിപത്രി 2000 മുതൽ 2100 വരെ, ഗ്രാമ്പു 900, അടയ്ക്ക 250, കാപ്പിക്കുരു 225, കൊക്കോ പരിപ്പ് 690, കുരുമുളക് ഗാർബിൾ 66300, കുരുമുളക് അൺഗാർബിൾ 64300, ഏലക്ക 2800 മുതൽ 2850 വരെ, വെളിച്ചെണ്ണ 21300, കൊപ്ര 16300, ചുക്ക് 32500.